ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നിങ്ങൾ കുറെ പേർക്കുള്ള ആഗ്രഹമായിരിക്കും യൂറോപ്പിൽ എത്തണം, അല്ലെങ്കിൽ യൂറോപ്പിൽ താമസിക്കണം, യൂറോപ്പിൽ ജോലി ചെയ്യണം എന്നൊക്കെ. അതിനുള്ള ഒരു എളുപ്പവഴിയായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. നമ്മുടെ ഓസ്ട്രിയൻ ഗവൺമെന്റ് ജോബ് സീക്കർ വിസ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. ഈ ഹൈലി ക്വാളിഫൈഡ് വർക്കേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് ഇപ്പം മാസ്റ്റേഴ്സ് കഴിഞ്ഞവർ, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ കുറെ വർഷം ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക്, ഒരു 5-6 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ ജോലി ചെയ്യാമെന്നുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുകയാണ്. അപ്പൊ അതിനായിട്ട് ഒരു ജോബ് സീക്കർ വിസയുണ്ട് ഓസ്ട്രിയൻ ഗവൺമെന്റ് കൊടുക്കുന്നത്. എങ്ങനെ അപ്ലൈ ചെയ്യാം, അതിന് എന്തൊക്കെ ക്രൈറ്റീരിയസ് ആണ് വേണ്ടത്, അതൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമുക്ക് കുറെ എൻക്വയറീസ് വരുന്നുണ്ട്. ഇപ്പോൾ ഏത് ഏജൻസിയാണ് നല്ലത് ഇവിടെ വരാൻ, ഒരു ഏജൻസി റെക്കമെൻഡ് ചെയ്യുമോ, അല്ലെങ്കിൽ ഒരു പാക്കിംഗ് ജോബ്സിന് ഇന്ന ഏജൻസി വഴി നമ്മളെ കോൺടാക്ട് ചെയ്തു 3 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഓസ്ട്രേലിയക്ക് വരാന്ന് ഒരു ഏജൻസി പറഞ്ഞു, അല്ലെങ്കിൽ 5 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ വരാന്ന് പറഞ്ഞു. നമ്മുടെ അറിവിൽ അങ്ങനെ ഒരു ഏജൻസി വഴിയും ഇവിടെ ഓസ്ട്രേലിയ വരാൻ പറ്റില്ല. ഇതൊക്കെ തട്ടിപ്പുകളാണ്. കുറെ പേര് ഇതിൽ വീഴുന്നുണ്ട്. ഇനിയെങ്കിലും ആൾക്കാരൊക്കെ വീഴാതെ നോക്കുക. കാരണം ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഒരു ഏജൻസി വഴിയും ആൾക്കാർ ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല. എല്ലാ ജോലിക്കും തന്നെ നമുക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് അപ്ലൈ ചെയ്യാന്നുള്ളേ ഉള്ളൂ. നമുക്ക് ഇവിടേക്ക് വന്ന് താമസിക്കണമെങ്കിൽ ജീവിക്കണമെങ്കിൽ നമ്മളായിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് കുറച്ച് എഫോർട്ട് ഇടുക. ഇന്റർനെറ്റിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പൊ നമുക്ക് തന്നെ അതിനെപ്പറ്റി ഒന്ന് സ്റ്റഡി ചെയ്ത് റിസർച്ച് ചെയ്ത് വരാവുന്നേ ഉള്ളൂ. ഈ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള വർക്കേഴ്സിന് ഇവിടെ ജോബ് സീക്കർ വിസ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജോബ് സീക്കർ വിസ വെച്ച് ഇവിടെ എത്തിയിട്ട് ഇവിടെ വന്നിട്ട് ജോലി അന്വേഷിക്കാം. എന്നിട്ട് ജോലി കിട്ടിയിട്ട് നമുക്ക് വേറെ റെസിഡൻസ് കാർഡ് എടുത്ത് അതിലേക്ക് മാറാവുന്നതേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാക്കിംഗ് ജോബ്സ് അല്ലെങ്കിൽ ഡെലിവറി ജോബ്സ്, ഇതിനൊന്നും ഓസ്ട്രേലിയയിലേക്ക് എന്തായാലും കാശ് കൊടുത്ത് ആളെ കൊണ്ടുവരുന്ന പരിപാടിയില്ല. പണ്ട് പോളണ്ടിലും മാൾട്ടയിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ ഇപ്പൊ അവർ നിർത്തിയെന്ന് കേട്ടു. എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. പക്ഷെ ഓസ്ട്രേലിയക്ക് അങ്ങനെ ഇല്ല. ഇപ്പം എന്നെ നേരത്തെ ഒരാൾ കോൺടാക്ട് ചെയ്തതാണ് ഇതുപോലെ പറഞ്ഞ പാക്കിംഗ് ജോബ്സ് 5 ലക്ഷം രൂപയുണ്ട് ഏജൻസി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ താമസവും ഫ്രീ, ഭക്ഷണം ഫ്രീ, പിന്നെ 1500 യൂറോ കിട്ടും. അങ്ങനെ ഒരു പരിപാടിയേ ഇല്ല. ഈ ജോബ് സീക്കർ വിസയ്ക്ക് ക്വാളിഫൈഡ് ആകാനായിട്ടുള്ള എന്തൊക്കെ കണ്ടീഷൻസ് വേണം നമുക്ക് നോക്കാം. ഇത് ഒരു പോയിന്റ് സിസ്റ്റം ആണ്. അപ്പൊ ടോട്ടൽ പോയിന്റ്സ് പറഞ്ഞാൽ 100 ആണ്. അതിൽ മിനിമം 70 പോയിന്റ്സ് എങ്കിലും വേണം. നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഫസ്റ്റ് സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ ആണ് സ്കിൽസിൽ വരുന്നത്. ഗ്രാജുവേഷൻ ഫ്രം ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, മിനിമം ഡ്യൂറേഷൻ ഓഫ് പ്രോഗ്രാം 4 years. അതായത് 4 വർഷത്തിൽ എന്തെങ്കിലും ഡിഗ്രി കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20 പോയിന്റ്സ് കിട്ടും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നാട്ടിലത്തെ ബിടെക്, അത് എഞ്ചിനീയറിംഗ്, അതൊക്കെ 4 വർഷമാണല്ലോ കോഴ്സ്. അപ്പൊ അത് പഠിച്ച് പാസ്സായവർക്ക് 20 പോയിന്റ്സ് കിട്ടും. നാട്ടിൽ 3 yearsന്റെ ബാച്ചിലർ കോഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ BSc കെമിസ്ട്രി, BSc ഫിസിക്സ്, അങ്ങനെയൊക്കെ ഉള്ളവർ. അപ്പൊ ജസ്റ്റ് ബാച്ചിലേഴ്സ് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഈ 20 പോയിന്റ്സ് കിട്ടൂല. പക്ഷെ അവരൊരു മാസ്റ്റേഴ്സ് ഡിഗ്രിയും കൂടെ കഴിഞ്ഞെങ്കിൽ അവർക്ക് 20 പോയിന്റ്സ് കിട്ടും. പിന്നെ ആ സെക്ഷനിൽ വരുന്നത് ഇൻ ദ സബ്ജക്ട്സ് മാത്തമാറ്റിക്സ്, ഇൻഫർമേറ്റിക്സ്, നാച്ചുറൽ സയൻസ് ഓർ ടെക്നോളജി, ഇതൊക്കെ പഠിച്ചവർക്ക് 30 പോയിന്റ്സ് ആണ്. അതായത് ഇപ്പൊ എഞ്ചിനീയറിംഗ്, ഞാൻ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ് ടെക്നോളജിയിൽ വരുന്നതാണല്ലോ. അപ്പൊ എഞ്ചിനീയറിംഗ് ഡിഗ്രി ആണെങ്കിൽ 30 പോയിന്റ്സ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് PhD പോസ്റ്റ് ഡോക്കോ ഉണ്ടെങ്കിൽ ഒരു 40 പോയിന്റ്സ് ആണ്. പിന്നെ അതല്ലെങ്കിൽ ഇന്ത്യയിൽ 50,000 to 60,000 യൂറോസ് ആനുവൽ സാലറി ഉള്ളവർക്ക് 20 പോയിന്റ്സ്, 60 to 70,000 ആനുവൽ സാലറി ഉള്ളവർക്ക് 25 പോയിന്റ്സ്. ഒക്കെ യൂറോസിലെ കണക്കാണ് പറയുന്നത്. മോർ ദാൻ 70,000 ഉണ്ടെങ്കിൽ 30 പോയിന്റ്സ്. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് റിസർച്ചോ അല്ലെങ്കിൽ ഇന്നോവേഷൻ ആക്ടിവിറ്റീസ്, പേറ്റന്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നാട്ടിലുണ്ടെങ്കിൽ അതിന് 20 പോയിന്റ്സ് കിട്ടും. പിന്നെ എന്തെങ്കിലും റെക്കഗ്നൈസ്ഡ് അവാർഡ്സ് ഉണ്ടെങ്കിൽ 20 പോയിന്റ്സ്. അപ്പൊ ഈ സെഷനിൽ മാക്സിമം കിട്ടുന്ന പോയിന്റ്സ് 40 ആണ്. അപ്പൊ ബിടെക് കഴിഞ്ഞവർക്ക് 4 years ഡിഗ്രി ആയതുകൊണ്ട് അതിൻ്റെ ഒരു 20 പോയിന്റ്സ് ഉണ്ട്. പിന്നെ അത് ടെക്നോളജിയിൽ വരുന്നതായതുകൊണ്ട് 30 പോയിന്റ്സ് ഉണ്ട്. ഈ ഒരു സെക്ഷനിൽ മാക്സിമം കിട്ടുന്ന പോയിന്റ്സ് 40 ആയതുകൊണ്ട് നാട്ടിലത്തെ ഒരു ബിടെക്കാർക്ക് ആ 40 പോയിന്റ്സ് ഈ സെക്ഷനിൽ നിന്ന് കിട്ടും. പിന്നെ എന്തെങ്കിലും ഡിഗ്രി കോഴ്സിൽ ഫോർ എക്സാമ്പിൾ ബാച്ചിലേഴ്സ് ഇൻ ലെറ്റ്സ് സേ സുവോളജി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ സുവോളജി അങ്ങനെ ഉണ്ടെങ്കിൽ 5 years, അത് സയൻസ് ആയതുകൊണ്ട് അവിടെ നിങ്ങൾക്ക് 40 പോയിന്റ്സ് കിട്ടും. PhD ഒക്കെ ഉള്ളവർക്കും എന്തായാലും 40 പോയിന്റ്സ് ആ ഒരു സെഷനിൽ കംപ്ലീറ്റ് പോയിന്റ്സും കിട്ടാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. നെക്സ്റ്റ് സെഷൻ വർക്ക് എക്സ്പീരിയൻസ് ആണ്. 6 മാസത്തെ വർക്ക് എക്സ്പീരിയൻസ് ആണെങ്കിൽ 1 പോയിന്റ്. പിന്നെ ഓസ്ട്രേലിയ വന്ന് പണ്ട് എപ്പോഴെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 6 മാസം വർക്ക് ചെയ്യാൻ തന്നെ 10 പോയിന്റ്സ് കിട്ടും. ഇപ്പൊ നാട്ടിലാണെങ്കിൽ 1 വർഷം വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 2 പോയിന്റ്സ് കിട്ടും. അപ്പൊ 5 വർഷം വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് 10 പോയിന്റ്. ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് മാക്സിമം കിട്ടുന്ന പോയിന്റ്സ് 20 പോയിന്റ്സ് ആണ്. അപ്പം 10 വർഷം നാട്ടിൽ വർക്ക് ചെയ്യണം, ഈ 20 പോയിന്റ്സ് കിട്ടും. നെക്സ്റ്റ് സെഷൻ ലാംഗ്വേജ് സ്കിൽസ് ആണ്. അതിൽ ജർമ്മനോ ഇംഗ്ലീഷോ A1 ലെവലിലുണ്ടെങ്കിൽ 5 പോയിന്റ്സ്, A2 ലെവലിലുണ്ടെങ്കിൽ 10 പോയിന്റ്സ്. ഈ സെഷനിൽ നിന്ന് മാക്സിമം നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന പോയിന്റ്സ് 10 ആണ്. പിന്നെ ഇത് കൂടാത്ത ഫോറിൻ ലാംഗ്വേജസ് അറിയാവുന്നവർക്ക്, ഫോർ എക്സാമ്പിൾ ഫ്രഞ്ച്, സ്പാനിഷ്, ബോസ്നിയൻ, ക്രൊയേഷ്യൻ, സെർബിയൻ, ഇതൊക്കെ അറിയുന്നുണ്ടെങ്കിൽ 5 പോയിന്റ്സ്. അപ്പൊ ഇതിലെ മാക്സിമം പോയിന്റ്സ് 10 പോയിന്റ്സ് ആണ്. ഇപ്പൊ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷൻസ് കാണിക്കാനായിട്ട് നമുക്ക് IELTS, TOEFL അങ്ങനത്തെ എക്സാം എഴുതാം. അപ്പൊ അതിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ 10 പോയിന്റ്സ് കിട്ടും.
പിന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഓസ്ട്രേലിയയിലൊക്കെ, അല്ലെങ്കിൽ ഓസ്ട്രേലിയ മാത്രമല്ല, ഓസ്ട്രിയ, ജർമ്മനിയിലൊക്കെ വന്ന് താമസിക്കാൻ ആഗ്രഹമുള്ളവര് ജസ്റ്റ് ഒരു ബേസിക് ജർമ്മൻ ലാംഗ്വേജ് എങ്കിലും നാട്ടിൽ നിന്ന് പഠിക്കുക. ഇപ്പൊ A1 പഠിക്കുകയാണെങ്കിൽ 5 പോയിന്റ്സ് കിട്ടും. അപ്പൊ എന്തുകൊണ്ടും നല്ലതാണ് ഇവിടെ വരാൻ. ഈ ജോലിക്കൊന്നും, ചില ജോലികൾക്കൊന്നും, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് ഫീൽഡിലെ ജോലിക്കൊന്നും ലാംഗ്വേജിന്റെ അത്ര ആവശ്യമില്ല. എന്നാൽ പോലും ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ഇവർക്കത് ഭയങ്കര കാര്യമാണ്. പിന്നെ ലാംഗ്വേജ് പഠിക്കാൻ എഫോർട്ട് ഇടുന്നുണ്ടല്ലോ എന്നൊക്കെ ഒരു പോസിറ്റീവ് ഇംപ്രഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ലാംഗ്വേജിൽ മാക്സിമം കിട്ടുന്നത് 10 പോയിന്റ്സ്. പിന്നെ ഏജ്, ഈ സെഷനിൽ മാക്സിമം കിട്ടുന്നത് 20 പോയിന്റ്സ്. അപ്പോൾ നിങ്ങൾ 35 വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ ആ 20 പോയിന്റ്സ് കിട്ടും. പക്ഷെ 40 വയസ്സിന് താഴെയുള്ളതാണെങ്കിൽ 15 പോയിന്റ്സ്, 45 വയസ്സ് വരെയുള്ളവർക്ക് 10 പോയിന്റ്സ്. പിന്നീട് സെഷൻ സ്റ്റഡീസ് ഇൻ ഓസ്ട്രിയ. നിങ്ങൾ ഓസ്ട്രിയയിൽ നിന്ന് വല്ല ബാച്ചിലേഴ്സോ മാസ്റ്റേഴ്സോ എന്തെങ്കിലും പ്രോഗ്രാം പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് പോയിന്റ്സ് ഉണ്ട്, 10 പോയിന്റ്സ് വരെ കിട്ടാം. ഇവിടെ പഠിച്ചത് നാട്ടിൽ പോയിട്ട് ജോലി ചെയ്യുന്നവർക്കാണെങ്കിൽ പിന്നെയും തിരിച്ചു വരാൻ ഈ ഒരു വിസ എടുത്ത് വരാൻ പറ്റും. അപ്പോൾ അങ്ങനെ 10 പോയിന്റ്സ് കിട്ടും. അപ്പോൾ ടോട്ടൽ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 പോയിന്റ്സ് ആണ്. അതിൽ മിനിമം, ബെയർ മിനിമം വേണ്ടത് 70 പോയിന്റ്സ് ആണ്. അപ്പോൾ ഈ പോയിന്റ്സ് ഈസി ആയിട്ട് സെക്യൂർ ചെയ്യാൻ പറ്റുന്നത് നാട്ടിൽ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയേഴ്സിനാണ്. കാരണം അവർക്ക് എഞ്ചിനീയറിംഗ് 4 years ഉണ്ട്, പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയിലായതുകൊണ്ട് അതിലും പോയിന്റ്സ് ഉണ്ട്. അപ്പം മിനിമം അങ്ങനെ തന്നെ 40 പോയിന്റ്സ് ഉണ്ടാവും. പിന്നെ നാട്ടിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഒരു 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 10 പോയിന്റ്സ് കിട്ടും. അപ്പം 50 പോയിന്റ്സ് ആയി. പിന്നെ ഏജ്, ഓഫ് കോഴ്സ് 35 വയസ്സിന് താഴെയുള്ളവർ അല്ലെങ്കിൽ 40 വയസ്സ് വരെ പോയവർക്കായാലും മിനിമം പോയിന്റ്സ് അവിടെ 15 കിട്ടും. അല്ലെങ്കിൽ 35 വയസ്സിന് താഴെയാണെങ്കിൽ 20 പോയിന്റ്സ് കിട്ടും. അപ്പോൾ തന്നെ 70 പോയിന്റ്സ് ആയി. അങ്ങനെയുള്ളവർക്ക് ഈ ലാംഗ്വേജ് സ്കിൽസ് കാണിക്കേണ്ട ആവശ്യം വരില്ല. കാരണം 70 പോയിന്റ്സ് നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഉണ്ട്. ഈ ലാംഗ്വേജ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് വേറൊരു കാര്യം വെക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ നിങ്ങൾ പഠിച്ച ഡിഗ്രി പ്രോഗ്രാം ഇംഗ്ലീഷ് ലാംഗ്വേജിലാണെങ്കിൽ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് വല്ല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ അതും ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൂഫായിട്ട് നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ഇവിടെ പല ജോലിക്കും അല്ലെങ്കിൽ ചില ഡിഗ്രി പ്രോഗ്രാംസിനൊക്കെ ഇംഗ്ലീഷ് വേണമായിരിക്കും. അപ്പം ഇംഗ്ലീഷിലല്ല ഡിഗ്രി നിങ്ങൾ പഠിച്ചെങ്കിൽ, ഇപ്പം ഇന്ത്യയിൽ എന്തായാലും ഇംഗ്ലീഷിലായിരിക്കും ഡിഗ്രി, അതല്ലാതെ വേറെ കുറച്ച് രാജ്യങ്ങളിലൊക്കെ അവരുടെ ഭാഷയിലായിരിക്കും ഡിഗ്രി. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇംഗ്ലീഷിൻ്റെ എക്സാം ടോഫലോ IELTS എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി 70 പോയിന്റ്സ് ഉണ്ട്. നിങ്ങളുടെ പോയിന്റ്സ് നിങ്ങൾക്ക് ഇനി കൂട്ടാൻ താല്പര്യം ഉണ്ടെങ്കിൽ നാട്ടിൽ നിങ്ങൾ പഠിച്ച ഡിഗ്രി കോഴ്സ്, ആ പ്രോഗ്രാം ഡിഗ്രി കോഴ്സ് ഇംഗ്ലീഷിലാണെന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് വെക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് 10 പോയിന്റ്സ് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളുടെ പോയിന്റ്സ് 70 എന്നുള്ളത് 80 ആക്കാം. അപ്പം അങ്ങനെയുള്ളൊരു വെച്ചോ. ഇപ്പോൾ 70 പോയിന്റ്സ് ആകാത്ത ആൾക്കാർ IELTS ടോഫലോ പഠിച്ച് എഴുതി കഴിഞ്ഞാൽ 10 പോയിന്റ്സ് കിട്ടി. അങ്ങനെ ആഡ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ വെരി ഹൈലി ക്വാളിഫൈഡ് പേഴ്സൺസ് എന്നുള്ളതിൽ ലിസ്റ്റിൽ പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ 70 പോയിന്റ്സ് ഉണ്ട്, നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ നമുക്ക് ഇനി നോക്കാം എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നിടത്ത് വേണ്ടത്. എങ്ങനെയാണ് വിസ അപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെ പിന്നീട് വേറൊരു വീഡിയോയിൽ വേണമെങ്കിൽ പറയാം. പക്ഷെ എന്തൊക്കെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്ന് പറയാം. ഫസ്റ്റ് എന്തായാലും പാസ്പോർട്ട് വേണം, പിന്നെ ഫോട്ടോ, പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു അക്കോമഡേഷൻ കാണിക്കണം. 6 monthsലേക്കാണ് ഈ വിസ കിട്ടുന്നത്. അപ്പോൾ 6 monthsന് ഇവിടെ ഒരു അക്കോമഡേഷൻ, ഇവിടെ ഹോസ്റ്റൽസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും അക്കോമഡേഷൻ പ്രൂഫ് കാണിക്കണം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്ന 6 മാസം നിങ്ങൾക്ക് ജീവിക്കാനുള്ള പൈസയും നിങ്ങളുടെ അക്കൗണ്ടിലുള്ളതെന്നുള്ള കാണിക്കണം. അതെനിക്ക് തോന്നുന്നു ഒരു മാസത്തേക്ക് ഒരു 1000 euros, ഇപ്പോൾ 6 monthsലേക്ക് 6000 euros അങ്ങനെ എന്തെങ്കിലും കാണിക്കണമായിരിക്കും. അത് 6000 ആവശ്യം വരില്ല, എന്നാൽ പോലും ഒരു സേഫ് സൈഡിൽ ഒരു 6000 euros കാണിക്കുക. ഏകദേശം ഒരു 6 ലക്ഷത്തിന് അടുപ്പിച്ച് വരും. ഇപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അതുപോലെ ട്രാൻസ്ക്രിപ്റ്റ്സ്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ 60,000 അല്ലെങ്കിൽ 50,000 ഒക്കെ ആനുവൽ ഇൻകം ഉള്ളവർക്ക്, യൂറോസ് ആനുവൽ ഇൻകം ഉള്ളവർ സാലറി സർട്ടിഫിക്കറ്റ് കാണിക്കണം. പിന്നെ ലാംഗ്വേജ് സ്കിൽസിന്റെ ഡോക്യുമെന്റ് കാണിക്കണം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉള്ളതായിരിക്കും. പക്ഷെ മെയിനായിട്ട് അഡീഷണൽ കാണിക്കേണ്ടത് ഒരു ട്രാവൽ ഇൻഷുറൻസ് എടുക്കണം. പിന്നെ 6 months അക്കോമഡേഷൻ പ്രൂഫ് കാണിക്കണം. പിന്നെ 6 months നമുക്ക് ഇവിടെ നിന്ന് ജീവിക്കാനുള്ള പൈസ, ഇനഫ് ക്യാഷ് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെന്നും കാണിക്കണം. അപ്പൊ ഇതിൽ പറഞ്ഞതുപോലെ തന്നെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ, കാരണം ഇവിടെ കുറെ ലേബേഴ്സ് ഷോർട്ടേജ് ഉണ്ടെന്നൊക്കെ എപ്പോഴും നമ്മൾ ന്യൂസിൽ കേൾക്കാറുണ്ട്. മെയിനായിട്ട് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ഹൈലി ക്വാളിഫൈഡ് പൊസിഷനിലേക്ക് ആൾക്കാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ കേൾക്കുന്നുണ്ട്. ഈ ഒരു അവസരം നിങ്ങൾക്ക് വിനിയോഗിക്കാം. ഇപ്പൊ നാട്ടിലുള്ള, പ്രത്യേകിച്ച് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സ് ആണ്. അവർക്ക് ഇവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പൊ നാട്ടിലൊരു 5 വർഷം അല്ലെങ്കിൽ 6 വർഷമൊക്കെ വർക്ക് ചെയ്തവർക്ക് എന്തായാലും ഈ ജോബ് സീക്കർ വിസയ്ക്ക് നിങ്ങൾ എലിജിബിൾ ആണ്. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്തായാലും ജോലിക്ക് നല്ല ചാൻസ് ഞാൻ കാണുന്നുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയാണ്. എൻ്റെ പ്രൊഫഷൻ ഇതല്ല, എന്നാലും എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ളവർ. അവർ മെയിൻലി ഇത് അപ്ലൈ ചെയ്യാൻ നോക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്രോഡായിട്ടുള്ള ഏജൻസികളുടെ തട്ടിപ്പിൽ വീഴാതെ നിങ്ങൾ നോക്കുക.
കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജ് വന്നാണ് 3 ലക്ഷം രൂപ ഏജൻസിക്ക് കൊടുക്കുകയാണെങ്കിൽ PhDക്ക് അഡ്മിഷൻ ഒപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു യൂണിവേഴ്സിറ്റി എൻ്റെ ഒരു ഇതില് ലോകത്ത് ഒരു യൂണിവേഴ്സിറ്റിയിലും PhDക്ക് അങ്ങനെ ആപ്ലിക്കേഷൻ അവരങ്ങനെ എടുത്തരില്ല. PhD എന്ന് പറയുമ്പോൾ അതിന് ഇന്റർവ്യൂ പ്രോസസ് ഉണ്ട്, കറക്റ്റ് ആയിട്ടുള്ള രീതി ഉണ്ടല്ല. നിങ്ങൾ കാശ് കൊടുത്ത് PhD എടുക്കുന്നതിൽ ഒരു വിലയും ഇല്ലാതായി പോകും. അല്ല, അങ്ങനത്തെ പരിപാടിയേ ഇല്ല. പിന്നെ അതുപോലെ മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിനും ഇതുപോലെ തന്നെ കാശ് കൊടുത്ത് ഏജൻസി വഴി പോകുന്ന പരിപാടി ഇവിടെ ഇല്ല. UK ഉണ്ടായിരിക്കും, പക്ഷെ ഓസ്ട്രേലിയ അങ്ങനെയൊന്നുമില്ല. നിങ്ങളെല്ലാം സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഓസ്ട്രേലിയ ഇവിടുത്തെ കരിക്കുലം എന്ന് പറയുന്നത് അത്യാവശ്യം ഡിഫിക്കൽട്ടാണ്. അപ്പം നിങ്ങൾ ഒരു എന്താ പറയാ, സ്വന്തമായിട്ട് റിസർച്ച് ചെയ്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം, എന്തൊക്കെ വേണമെന്ന് നിങ്ങളായിട്ട് തന്നെ നിങ്ങൾ കണ്ടുപിടിച്ച് അപ്ലൈ ചെയ്യുക. ഓസ്ട്രേലിയയിലെ ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാം അത്യാവശ്യം ഡിഫിക്കൽട്ടാണ്. അപ്പം നിങ്ങൾ വെറുതെ കുറെ ഏജൻസിക്ക് പൈസ കൊടുത്ത് കയറി വന്ന് പഠിച്ചെടുക്കാമെന്നൊന്നും നിങ്ങൾക്ക് അങ്ങനെയൊന്നും അതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പിന്നെ ഏജൻസി വഴിയൊന്നും ഇവിടെ നടക്കുന്നുമില്ല. എല്ലാം നിങ്ങൾ തന്നെ കണ്ടുപിടിച്ച് എല്ലാം സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പൊ എങ്ങാനും അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെന്റ്സ് കുറച്ച് അറ്റസ്റ്റേഷൻ അല്ലെങ്കിൽ ME അപ്പോസ്റ്റൈൽ അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. ലീഗലൈസേഷൻ ചെയ്യണം. ഇതൊക്കെ വേണം നിങ്ങൾക്ക് ഏജൻസിനെ വെച്ച് ചെയ്യിപ്പിക്കാം, കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട്. അതല്ലാണ്ട് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഏജൻസി വഴി പോകരുത് എന്ന് പറയുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഡ്രൈവർ ജോലി, പാക്കിംഗ് ജോലി, ക്ലീനിങ് ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഏജൻസികൾ കയറ്റിക്കൊണ്ടുവരാന്നൊക്കെ പറയും. അതൊന്നും സത്യമല്ല. അപ്പം അതിലൊന്നും പോവാതിരിക്കുക. പിന്നെ പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് ഈ ജോബ് സീക്കിംഗ് വിസ എന്ന് പറയുന്നത്. അപ്പോൾ ജോബ് സീക്കിംഗ് വിസയ്ക്ക് നിങ്ങൾ എടുത്ത് ഇവിടെ വന്നിട്ട് ജോലി കണ്ടുപിടിക്കുക. അപ്പം ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കണ്ട, അടിയിൽ കമന്റ് ചെയ്യുക. ഇപ്പൊ ജോബ് സീക്കിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ ഇനി എന്തൊക്കെ വേണം, അല്ലെങ്കിൽ ഡോക്യുമെന്റ്സിനെ പറ്റിയൊക്കെ ഡൗട്ട് ഉള്ളവർ നമ്മുടെ അടുത്ത് ചോദിക്കുക. അതല്ലാണ്ട് ഇങ്ങനെ കുറെ ക്വയറീസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഏജൻസി ഉണ്ടോ അല്ലെങ്കിൽ ഏജൻസി റെക്കമെൻഡ് ചെയ്യാവോ എന്ന് പറഞ്ഞ് നമ്മളെ കോൺടാക്ട് ചെയ്യരുത്. കാരണം നമ്മൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. ഒരു ഏജൻസിയായിട്ട് നമുക്കൊരു ബന്ധവുമില്ല. അപ്പം എന്തെങ്കിലും ജോബ് സീക്കിംഗ് ഈ വിസയ്ക്ക് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ വിസ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ വരാനുള്ള അക്കോമഡേഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് വേണമെങ്കിൽ ചോദിക്കുക. അതൊക്കെ മനസ്സോടെ തന്നെ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പം പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.